എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റവ വെച്ച് തയ്യാറാക്കുന്ന മധുര പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ടുള്ള ഈ പലഹാരം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ മധുര പലഹാരം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ടുള്ള റവയുടെ കളർ മാറാതെ തന്നെ ഈ റവയൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഈ റവ വറുത്തെടുക്കാനായിട്ട്. വറുത്തെടുത്ത റവയിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. റവയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലും വെള്ളവും ഇതിൽ നിന്നും വറ്റി പാനിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ആറിയുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. മാവിൻ്റെ ചൂട് ആറിയതിന് ശേഷം കൈകൊണ്ട് നന്നായി ഈ പാനിലിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നവരെ ഈ മാവൊന്ന് കുഴച്ചെടുക്കേണ്ടത്. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ് തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആയി കിട്ടണം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ പലഹാരം തയ്യാറാക്കി തുടങ്ങാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും കൊഴുക്കട്ടയുടെ വലുപ്പത്തിനുള്ള മാവെടുത്ത് കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെയൊന്ന് പരത്തിയെടുക്കണം. കൈകൊണ്ട് ആദ്യം ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ചപ്പാത്തി റോളർ കൊണ്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുള്ള മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. മാവിൻ്റെ നടുഭാഗത്ത് വേണം ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത മാവിൻ്റെ അറ്റത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റുള്ളവയും തയ്യാറാക്കിയെടുക്കാം. ഒരു പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം ഇട്ട് കൊടുത്ത് ഇതുപോലെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഈ പലഹാരം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വേണം ഈ പലഹാരം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുള്ള പലഹാരം മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുള്ള പലഹാരം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ മറ്റുള്ളവയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് പഞ്ചസാര പാനിയാക്കണം. ചേർത്ത് കൊടുത്തുള്ള പഞ്ചസാര പൂർണ്ണമായും ഈ വെള്ളത്തിൽ ലയിച്ചു ചേരണം. നന്നായി പഞ്ചസാര പാനി തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റോളം ഈ പാനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാര പാനി തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പലഹാരം ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഒന്ന് ഈ പഞ്ചസാര പാനിയിൽ മുക്കിയെടുക്കണം. ഈ പലഹാരം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നത്. പഞ്ചസാര പാനിയിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. റവ കൊണ്ടുള്ള ഈ സ്വീറ്റ് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.